ഹലോ എവരിവൺ. ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ അല്ലെ ഘട്ടങ്ങളിൽ വെച്ച് നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു ചിന്തയുണ്ട്. എൻ്റെ ജീവിതം കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെടുത്തി എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെയൊക്കെ പാഠങ്ങൾ ജീവിതത്തിൽ പഠിച്ചിരുന്നെങ്കിൽ, നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമായിരുന്നു എന്നല്ലേ. അപ്പൊ ലൈഫ് ലെസൺസ് എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ചില പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ എത്രയും നേരത്തെ നമ്മൾ പഠിക്കുന്നോ അത്രത്തോളം നമ്മളുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് സുഗമമായ രീതിയിലും നല്ല വിജയകരമായ രീതിയിലും കൊണ്ടുപോകാൻ സാധിക്കും. നോക്കാം ഇന്നത്തെ വീഡിയോയിൽ പവർഫുൾ ലൈഫ് ലെസൺ. ലക്ഷ്യബോധമുള്ള ജീവിതം നമ്മളുടെയൊക്കെ ലൈഫിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു പാഠമാണ് ലക്ഷ്യബോധമുള്ള ജീവിതം. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, കാരണം നമ്മളിൽ ഒട്ടുമിക്ക വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ല. നൂല് പൊട്ടിയ പട്ടം പോലെ നമ്മളിൽ പലരുടെയും ജീവിതം ഇങ്ങനെ വെറുതെ ആകാശത്തൂടെ പാറി നടക്കുന്ന പോലെയാണ് അല്ലേ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെയൊക്കെ ലൈഫ് അങ്ങനെ ഉള്ളതാണോ എന്ന്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു അപ്പോൾ, അല്ലെങ്കിൽ അതാണ് ഇന്നത്തെ ട്രെൻഡ്, ഇതിന് പോയാൽ ഈ ബിസിനസ് ചെയ്താൽ വിജയിക്കും, അല്ലെങ്കിൽ ഇത് പഠിച്ചാൽ ജീവിതത്തിൽ നല്ലതാണ്, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിന്റെ പുറകെയുള്ള നെട്ടോട്ടമാണ്. അതിനുശേഷം പരാജയപ്പെടുമ്പോൾ ആ മേഖലകളിൽ നമുക്ക് വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിന്റെ എല്ലാ കുറ്റവും ആ പറഞ്ഞ വ്യക്തികളിൽ അല്ലെ സാഹചര്യങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന ശീലം, ഇതൊക്കെയാണ് നമ്മളിൽ എല്ലാവരുടെയും ലൈഫിനെ നമ്മളെ പുറകോട്ട് വലിക്കുന്ന കാര്യം. ജീവിതത്തിന് അർത്ഥം തോന്നണമെങ്കിൽ, ഓരോ ദിവസവും എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു തീരുമാനമൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഒരു ഗോൾ കൂടിയേ തീരൂ, ഒരു ലക്ഷ്യം അത് നമ്മളുടെ മനസ്സിലുണ്ടായേ തീരും. അത് റിയലിസ്റ്റിക് ആയിരിക്കണം, നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒന്നായിരിക്കണം. എപ്പോഴും ആ ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് സ്വപ്നം കാണാൻ നമ്മൾ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കൂ. കീപ് ട്രൈയിങ്, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ലക്ഷ്യം നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ടുള്ള കഠിന പരിശ്രമമാണ്. പലപ്പോഴും അതിലേക്കുള്ള വഴി വളരെ എളുപ്പമുള്ള ഒന്നായിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കുറച്ചങ്ങോട്ട് യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമ്മളിൽ പലരും മടുത്തു, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് കരുതി ആ വഴിയിൽ നിന്ന് നമ്മൾ പിന്മാറും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ എന്ത് നേടണമെന്ന് ആഗ്രഹിച്ചു, അല്ലെ എൻ്റെ ജീവിതത്തിൽ എന്താണ് ഞാൻ നേടണം, അല്ലെ എൻ്റെ ജീവിതത്തിന് അർത്ഥം തരുന്ന കാര്യമെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് നേടിയെടുക്കുന്നത് വരെ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ലക്ഷ്യത്തേക്ക് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതാണെങ്കിൽ ആ ഒരു വഴി മാറ്റിപ്പിടിച്ചാണെങ്കിലും നോക്കുക. ഡിഫറെന്റ് ആംഗിളിൽ കൂടി നിങ്ങൾ സെറ്റ് ചെയ്ത ഗോളിലേക്ക് എത്താനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ലെസൺ ആണ്. നമ്മളൊക്കെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രഗിൾ അല്ലെ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എല്ലാവരോടും ഓടി നടന്ന് ചോദിക്കും അല്ലെ. അഭിപ്രായം ചോദിക്കുന്നത് തെറ്റാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഈ അഭിപ്രായങ്ങളിൽ നിന്ന് അന്തിമമായ തീരുമാനം എടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ എന്ത് ചോദ്യങ്ങളായിക്കോട്ടെ, ലൈഫിൽ എന്ത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ, അല്ലെ മറ്റുള്ളവരോട് ചോദിച്ച് അതിൽ നിന്ന് നിങ്ങൾ ആശയം ഉൾക്കൊണ്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഏത് ചോദ്യത്തിനും നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഏത് പ്രശ്നത്തിന്റെ ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ. പവർ ഓഫ് ഫെയിലിയർ നമ്മളൊക്കെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പരാജയം എന്ന് പറയുന്നത് എപ്പോഴും കൈപ്പേറിയ ഒരു അനുഭവമാണ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ നമ്മുടെ സൊസൈറ്റി പറഞ്ഞിരിക്കുന്നത് അതാണ്. എന്നാൽ ഓരോ പരാജയങ്ങൾ ഉണ്ടാവുമ്പോഴും അത് നമ്മളുടെ വിജയത്തിലേക്ക് കൂടുതൽ ആക്കം കൂട്ടുകയാണെന്നും അല്ലെ പുതിയ പുതിയ പാഠങ്ങളാണ് ഞാൻ അതിൽ നിന്ന് പഠിക്കുന്നത് എന്നുള്ള ഒരു മനോഭാവം, അതായത് ഫെയിലിയറിനോടുള്ള നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെ പറയാം. ഓരോ പരാജയങ്ങളും എൻ്റെ ജീവിതത്തിൽ കൂടുതൽ വിജയിക്കാനുള്ള മാർഗമാണ്, അല്ലെങ്കിൽ കൂടുതൽ ജീവിത പാഠങ്ങൾ പഠിക്കാനുള്ള അവസരമായിട്ട് കരുതുക. അവോയ്ഡ് കമ്പാരിസൺ. നമ്മളൊക്കെ എന്നും നമ്മളുടെ ലൈഫ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, അവരെന്ത് വിചാരിക്കും എന്നെ കുറിച്ച്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം അല്ലെ. എപ്പോഴും അവരെ കുറിച്ച് ഞാൻ ഒരു ലൂസറാണോ, അല്ലെ ഞാൻ ലൈഫിൽ വിജയിച്ച ഒരു വ്യക്തിയാണോ എന്നൊക്കെ നമ്മളുടെ ആംഗിളിൽ നിന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്. മറ്റുള്ളവർ, നമ്മുടെ ചുറ്റിനുമുള്ളവർ, നമ്മുടെ ഫ്രണ്ട്സ് അല്ലെ ഫാമിലിയിലുള്ളവർ എങ്ങനെയാണ് എന്നെ കരുതുന്നത്, ഞാൻ ലൈഫിൽ സക്സസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ, അല്ല എങ്കിൽ എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ളതാണോ മറ്റുള്ളവരുടെ മനോഭാവം. ഈ ചിന്ത എത്രത്തോളം നമ്മുടെ മനസ്സിനെ വരിഞ്ഞു മുറുക്കുന്നോ അത്രത്തോളം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാനും സാധിക്കില്ല, ഒരിക്കലും സന്തോഷം കണ്ടെത്താൻ സാധിക്കില്ല. അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം എപ്പോഴും എൻ്റെ സന്തോഷം, ഞാൻ എങ്ങനെ നന്നാകും, അല്ലെങ്കിൽ ഇന്നലത്തെക്കാട്ടിൽ എനിക്ക് എങ്ങനെ കുറച്ചും കൂടെയൊക്കെ എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം, നന്നാകാൻ ശ്രമിക്കാം എന്നതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ പഠിക്കുക തന്നെ. പേഷ്യൻസ് ആൻഡ് കമ്പാഷൻ.
നമ്മുടെ ലൈഫിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട 2 ഗുണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. സെൽഫ് കമ്പാഷനും അതോടൊപ്പം മറ്റുള്ളവരോടും അനുകമ്പയോടെ പെരുമാറാൻ നമ്മൾ പഠിക്കണം. എന്തെങ്കിലുമൊക്കെ ജീവിത സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്ന ശീലമുണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കി സാരമില്ല ശരിയാകും എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ആശ്വസിപ്പിക്കാൻ നമ്മൾ പഠിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ പ്രാധാന്യമുണ്ട് മറ്റുള്ളവരോടും ആ ഒരു കരുണ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നൊരു തെറ്റ് വരുമ്പോൾ സാരമില്ല ശരിയാകും എന്ന് പറയാനുള്ള ഒരു മനസ്സ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ഷമ. ഏത് കാര്യം ചെയ്യുന്നതിനും ക്ഷമ കൂടിയേ തീരും. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് ക്ഷമയില്ല എന്ന്. ക്ഷമയില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പരാജയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ദേഷ്യത്തോടു കൂടി നമ്മൾ പെരുമാറി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കും? അല്ലെ നേടണമെന്ന് ആഗ്രഹിക്കുന്നതിൽ എങ്ങനെ നമുക്ക് വിജയിക്കാൻ സാധിക്കും? അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ പഠിപ്പിച്ചെടുക്കേണ്ട ഒരു ഗുണമാണ് ക്ഷമ എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരും ഒരുപോലല്ല അല്ലെ? അതുകൊണ്ട് തന്നെ ഈ ക്ഷമയുടെ ഏറ്റക്കുറച്ചിലുകളുമുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കി എനിക്ക് അല്പം ക്ഷമ കുറവാണ് എങ്കിൽ അത് ഡെവലപ്പ് ചെയ്ത് നമ്മളെ തന്നെ ഒന്ന് ആശ്വസിപ്പിച്ച് ശരിയാകും, വീണ്ടും ട്രൈ ചെയ്യും എന്ന് പറഞ്ഞ് നമ്മളോട് തന്നെ നമ്മൾ സംസാരിക്കണം. ഒരു സെൽഫ് ടോക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഹാപ്പിനെസ് കംസ് ഫ്രം വിതിൻ. നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് നമുക്ക് സന്തോഷം വരുന്നത്. ആ ഒരു തിരിച്ചറിവ് നമ്മളിൽ പലർക്കും ഇന്നില്ല എന്നുള്ളത് തന്നെയാണ്. എനിക്ക് സന്തോഷമില്ല, ഞാൻ എവിടെ പോയാൽ എനിക്ക് സന്തോഷം കിട്ടും എന്നോർത്ത് എല്ലായിടത്തും ഓടി നടക്കുന്നവരാണ് നമ്മളല്ലേ. നമുക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ ആര് പരിശ്രമിക്കണം? നമ്മൾ തന്നെ പരിശ്രമിക്കണം. അപ്പൊ എപ്പോഴും സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. എനിക്ക് എന്ത് സന്തോഷം തരുന്ന കാര്യം, എൻ്റെ ജീവിതത്തിന് അർത്ഥം തരുന്ന കാര്യങ്ങൾ എന്ത് എന്ന് നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി സമയം മാറ്റി വെക്കുമ്പോൾ നമുക്ക് സ്വയം ഒരു സന്തോഷം കിട്ടുകയും ചെയ്യും. അതോടൊപ്പം മറ്റുള്ളവരിലേക്ക് അത് സ്പ്രെഡ് ചെയ്യാനും സാധിക്കും. അങ്ങനെ നമ്മൾ ഉൾപ്പെടുന്ന വ്യക്തികൾക്കുമൊക്കെയും സന്തോഷം കൊടുക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. ഞാൻ ഈ പറഞ്ഞ ജീവിത പാഠങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണല്ലോ എന്ന്, അല്ലെ? കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മുടെ കുഴപ്പം എന്താണെന്നറിയോ? അത് ഉൾക്കൊള്ളാനും അല്ലെ അതനുസരിച്ച് ജീവിക്കാനും നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും പ്രശ്നങ്ങളും അല്ലെങ്കിൽ ബ്ലോക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരുന്നത്. അപ്പൊ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോവുക തന്നെ വേണം. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ചിന്തിക്കും എനിക്ക് കുറച്ചും കൂടെയൊക്കെ മെച്ചപ്പെടുത്താമായിരുന്നു എന്ന്. അങ്ങനെ ഒരു റിഗ്രറ്റിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കരുത്. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക. എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെ ഞാൻ തിരിച്ചറിഞ്ഞ മേഖലകളിൽ മാറ്റങ്ങൾ വരുത്താൻ ഞാൻ ശ്രമിക്കുക തന്നെ ചെയ്യുമെന്ന്. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.